നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ആകെയുള്ള 294 മണ്ഡലങ്ങളിൽ 152 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുക. ഈ മാസം 29-നാണ് ബംഗാളിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. ശ്രീനാഥ് ചന്ദ്രൻ പശ്ചിമ ബംഗാളിൽ നിന്ന് തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീനാഥായി സൂചിപ്പിച്ചതുപോലെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി അവിടെയും ബാക്കിയുള്ളൂ. ഏത് രീതിയിലാണ് അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നത്? ഈ ദീദിയുടെ ഒരു ആ ഒരു തുടർച്ച അതുണ്ടാകുമെന്ന് തന്നെയാണോ നിലവിലെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കരുതേണ്ടത്? സ്മിത, സുഹേൽ, ഞാൻ രാവിലെ മുതൽ കൊൽക്കത്തയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് പാർക്ക് സർക്കസ് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിലാണ്. ഈ റെയിൽവേ ട്രാക്കിന് ഇരുവശത്തും ആളുകൾ ഇങ്ങനെ കുടിലുകളിൽ താമസിക്കുന്ന കാഴ്ച നമ്മൾ തായ്ലൻഡിലും വിയറ്റ്നാമിലുമൊക്കെ ട്രെയിൻ സ്ട്രീറ്റുകൾ കാണാൻ പോയിട്ടുണ്ട്. അവിടെ ട്രെയിൻ വരുന്നു, ട്രാക്കിന് തൊട്ടടുത്തുള്ള കടകളും മറ്റും അടയ്ക്കുന്നു. ഇതൊക്കെ കൗതുകത്തോടെ ടൂറിസ്റ്റുകൾ എത്തി കാണുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായ ചില കാഴ്ചകളാണ് കൊൽക്കത്ത നഗരത്തിൽ തന്നെയുള്ള റെയിൽവേ ട്രാക്കിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ അവസ്ഥ, അടിസ്ഥാന വർഗത്തിന്റെ അവസ്ഥ, പാവപ്പെട്ട മനുഷ്യരുടെ അവസ്ഥയിലൊന്നും തന്നെ ഈ കാലയളവിലും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന തോന്നലാണ് നഗരത്തിൽ ഇത്ര നേരം കറങ്ങിയപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നു. ഇന്നും ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ JP നദ്ദ, നിതിൻ നബീൻ ദേശീയ അധ്യക്ഷൻ, ഒപ്പം രാജ്നാഥ് സിംഗ് കേന്ദ്രമന്ത്രി അടക്കമുള്ളവരൊക്കെ തന്നെ ഇന്ന് ബംഗാളിൽ ക്യാമ്പയിനിങ് ചെയ്യുന്നുണ്ട്. മറുവശത്ത് മമതാ ബാനർജി തന്നെയാണ് തൃണമൂലിന്റെ മുഖം. ഇരു പാർട്ടികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന കണക്കെ പ്രചാരണം നടത്തുന്നുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് ഇത്തവണയും അധികാരം പിടിക്കാനുള്ള മെജോറിറ്റി, ഭൂരിപക്ഷം അനായാസം ലഭിക്കും എന്നതാണ്. അതിന് പല കാരണങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു. സ്ത്രീ വോട്ടർമാർ മമതയ്ക്കൊപ്പം എക്കാലവും നിൽക്കുന്നതാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകളും ഇത്തവണ കൈവിട്ടു പോകില്ല എന്ന് പാർട്ടി ഉറപ്പിക്കുന്നുണ്ട്. ഒപ്പം ഹിന്ദു വോട്ടുകളിൽ നിന്നുകൂടി ഒരു പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അനായാസം ഈ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയും എന്നത് പ്രതീക്ഷിക്കുന്നു. മറുവശത്ത് BJP ആവട്ടെ ബംഗ്ലാദേശിൽ നിന്നവരുടെ വന്നെത്തിയവരുടെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കി നിർത്തുന്നു. SIR കൊണ്ടുണ്ടായ നേട്ടങ്ങളെ കുറിച്ച് പറയുന്നു. ഹിന്ദു വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നും അവർ ശ്രമിക്കുന്നു. അങ്ങനെ പലതരം സാഹചര്യങ്ങൾ വിലയിരുത്തി അവരും വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. അധികാരം പിടിക്കാൻ കഴിയും എന്ന തരത്തിലാണ് അവസാന ലാപ്പിൽ അവരുടെ ഒരു പ്രചാരണം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. രാവിലെ ഞാൻ CPIMന്റെ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ അവരുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് പോയിരുന്നു. അവിടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഓളമൊന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. പുറത്തെങ്ങും പോസ്റ്ററുകളോ ഫ്ലെക്സുകളോ കൊടിതോരണങ്ങളോ ഒന്നും പോലും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. ആ ഒരു ഗലിയിൽ പോലും, ആ ഒരു തെരുവിൽ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞത് തൃണമൂലിന്റെ പതാക തന്നെയാണ്. അങ്ങനെ CPIMനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ശക്തി ഏതായാലും ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു MLA പോലും വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 5% അവരുടെ ഒരു വോട്ടിംഗ് പെർസെന്റേജ്, വോട്ട് ശതമാനം കുറഞ്ഞതും നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് ഗ്രാമീണ മേഖലകളിലൂടെ ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചു നോക്കുകയാണ് യഥാർത്ഥത്തിൽ CPIM ചെയ്യുന്നത്. കോൺഗ്രസും വലിയൊരു നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഏതായാലും പ്രതീക്ഷിക്കുന്നില്ല. സ്മിത, എന്തായാലും ശ്രീനാഥ്, അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ണാണ്. അതിൽ പ്രധാനമായും കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി മോദി സർക്കാരിനോടും BJPയോടും സന്ധിയില്ലാ യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ പോരാടുന്ന ഒരു നേതാവോട് മമതാ ബാനർജി. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇമ്പാക്ട് പേർ ആവുക, ഭരണത്തിലേറുക എന്നുള്ളതൊക്കെ അങ്ങേയറ്റം അവർക്ക് വലിയ പ്ലാൻഡായി, അത്രത്തോളം ആസൂത്രിതമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ മുന്നോടിയായി തന്നെ ED അടക്കമുള്ള സംവിധാനം അവിടെ എത്തി പരിശോധന നടത്തുന്ന ആരോപണമൊക്കെ മമതാ ബാനർജി ഇതിനോടൊക്കെ ഉയർത്തിക്കഴിഞ്ഞു. അതായത് ഒരു പോർമുഖം അവിടെ തുറന്നു കിടപ്പുണ്ട്. എന്താണ് അവിടെ BJPയുടെ ഒരു പ്രതീക്ഷ? എത്രത്തോളം ഒക്കെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിന് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നടത്തിയ പ്രചാരണങ്ങൾ, അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളൊക്കെ നമ്മളൊന്ന് വിശദമായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മാറ്റം 2021 നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ദീദി ദീദി എന്ന ഒരു കാറ്റ് കോൾ, അതായത് കളിയാക്കി വിളിക്കുന്ന തരത്തിൽ അദ്ദേഹം വിളിച്ചുകൊണ്ട് നേരിട്ട് മമതാ ബാനർജിയെ ടാർഗറ്റ് ചെയ്തുള്ള പ്രചാരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പക്ഷേ ഇത്തവണ സ്ട്രാറ്റജി ഒരല്പം മാറ്റിയതുപോലെയാണ് കാണുന്നത്. മമതാ ബാനർജി എന്ന വ്യക്തിയിലേക്ക് അവരുടെ ഒരു പോർമുഖം നീട്ടാതെ അവർ മറ്റൊരു സ്ട്രാറ്റജിയിലേക്ക് BJP മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമാകാൻ സാധ്യതയുള്ള പല ഘടകങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിൽ അവർക്കുണ്ടായ നേട്ടം 2016 നിന്ന് 2021 എത്തുമ്പോൾ ഏതാണ്ട് 40% അടുത്തേക്ക് അവരുടെ വോട്ട് പെർസെന്റേജ് അവർക്ക് കൂട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സീറ്റ് നിലയിൽ വലിയ കുതിപ്പ് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ശരിയാണ്, 2021 തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 21 ഉപതെരഞ്ഞെടുപ്പുകളിൽ 20 തൃണമൂൽ കോൺഗ്രസ് ആണ് ജയിച്ചത്, 1 കോൺഗ്രസും ജയിച്ചു. അവിടെ BJPക്ക് ഒരു തിരിച്ചടി പിന്നീട് ഉണ്ടായെങ്കിൽ പോലും അവരുടെ
വോട്ട് ശതമാനത്തിൽ അവർ ഇപ്പോഴും പ്രതീക്ഷ വെക്കുന്നു. SAR ഇപ്പോഴത്തെ ഇലക്ടോറൽ റോളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ പേർ പുറത്തു പോയിട്ടുണ്ട്. അത് അനുകൂലമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ഒരു ഹിന്ദു വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഏതാണ്ട് 27% മുസ്ലിം വോട്ടുകളും ഏതാണ്ട് 71% ഹിന്ദു വോട്ടുകളുമാണ് ഉള്ളത്. അത് ഏതാണ്ട് 50%-ലധികം തങ്ങൾക്കൊപ്പം നിർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% BJPക്കൊപ്പം നിന്നിട്ടുണ്ട്. അങ്ങനെ പല ഘടകങ്ങൾ വെച്ച് കണക്ക് കൂട്ടി BJP അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. സുവേന്ദു അധികാരി തന്നെയാണ് അവരുടെ ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട മുഖം. നമുക്കറിയാം സുവേന്ദു നേരത്തെ നന്ദിഗ്രാമിൽ മത്സരിച്ച് മമതാ ബാനർജിയെ തോൽപ്പിച്ചിട്ടുള്ള ആളാണെന്ന്. പിന്നീട് ഭവാനിപ്പൂരിലേക്ക് മമതാ ബാനർജി വന്നപ്പോൾ അവിടെയും ഇത്തവണ 2 മണ്ഡലങ്ങളിൽ സുവേന്ദു അധികാരി മത്സരിക്കുന്നുണ്ട്. മമതയെ പരാജയപ്പെടുത്തി BJPയുടെ ഒരു ശക്തി അത് അധികാരത്തിലേക്കാണെങ്കിൽ അത് ആധികാരികമായി മാറ്റാനുള്ള അതിശക്തമായ പോരാണ് ബംഗാളിൽ നടക്കുന്നത്, ബംഗാളിൽ നടക്കുന്നത്. BJP വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. അതേപോലെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി മമത ആവോളം പണിയെടുക്കുന്നു മമതാ ബാനർജി. അങ്ങനെ വലിയ പോർമുഖം തുടക്കുന്നു. വ്യാഴാഴ്ചയാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.